നാടാകെ ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു നശിച്ച കാലത്തിന്റെ ഓർമ്മയാണ്. പക്ഷേ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ എന്നാരും മറന്നുപോകരുത്. കാലം മറക്കാം, പക്ഷെ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. വർഗീയ കലാപങ്ങളുടെ കാലം. നിരപരാധികളായ മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ തെരുവിൽ വീണ് മരിച്ചൊരു കാലം. കൊല്ലപ്പെടുമോ എന്ന് ഭയന്ന് നിമിഷങ്ങൾ തള്ളി നീക്കിയ നിസ്സഹായരായ മനുഷ്യരുടെ അസ്വസ്ഥതകളുടെയും വേദനകളുടെയും ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്നൊരിക്കലാണ് പാലക്കാട് നഗരത്തിൽ പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ആ കുഞ്ഞിന്റെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സിറാജുന്നീസ. ഓർക്കുന്നില്ലേ? സിറാജുന്നീസ എന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു പെൺകുഞ്ഞിനെ പാലക്കാട്ട് നഗരത്തിലാണ് കേരളത്തിന്റെ പോലീസ് വെടിവെച്ചു കൊന്നത്. എങ്ങനെയാ മാറിയത്? UDF ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെ വർഗീയവാദികൾ അഴിഞ്ഞാടാനും മനുഷ്യരെ കൊല്ലാനും അവർക്ക് സാധിച്ചതെന്തുകൊണ്ടാണ്? അവരുടെ തടവുകാരായിരുന്നു UDFന്റെ ഗവൺമെന്റ്. ഈ കോഴിക്കോടല്ലേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ പ്രവീൺ തൊഗാഡിയെ വന്ന് വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയത്? സ്വാഭാവികമായും പോലീസ് ഒരു കേസെടുത്തു. അപ്പോ RSSന്റെ കാര്യാലയത്തിൽ നിന്നും കല്ലേ പിളർക്കുന്ന ആജ്ഞ വന്നു. ഇപ്പൊ പിൻവലിച്ചോളണം. മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അല്ലേ? പുറമേ നിന്നെത്തിയ ഒരു RSSന്റെ ക്രിമിനൽ സംഘം ആക്രമണം അഴിച്ചുവിട്ടപ്പോ അത് തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഓഫീസർ അയാളെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കി RSS. ബോംബ് പൊട്ടിയ പോലീസ് ഓഫീസറുടെ ഒരു കാല് ചിതറി തെറിച്ചു. സ്വാഭാവികമായിട്ടും വധശ്രമത്തിന് കേസെടുത്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം പുറപ്പെട്ടു. ഇപ്പൊ പിൻവലിക്കണം, ഈ മണിക്കൂറിൽ, നാളേക്ക് വെക്കാൻ പാടില്ല. പിൻവലിച്ചു കൊടുത്തു കേസ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ കേസ് പിൻവലിച്ചത്. RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുനിച്ച് ഓച്ഛാനിച്ച് നിൽക്കുന്ന ഭൃത്യനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് എന്തുകൊണ്ട്? ഇവിടെ നിങ്ങളുടെ ഒരു നിർഭാഗ്യം, നിങ്ങളുടെ മാത്രമല്ല റിയാസിന്റെയും ഒരു നിർഭാഗ്യം, ജനാധിപത്യത്തിൽ അന്തസ്സുള്ള ഒരു എതിരാളിയെ കിട്ടിയില്ല എന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ നാട് കോൺഗ്രസിനെ എതിർക്കേണ്ടത് ഇന്നലകളിൽ അധികാരമുള്ള സമയത്ത് നാട്ടിലെ സാധാരണക്കാരനെ മറന്നു ഭരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചു കളഞ്ഞു എന്നതുകൊണ്ട് മാത്രവുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവിനെ സ്ഥാനാർത്ഥിയായി പോലും തന്നില്ല എന്നതുകൊണ്ട്. മനുഷ്യരെ കൊല്ലുന്ന വാർത്തകളല്ലേ പുറത്തു വരുന്നു? എത്ര വേദനിപ്പിക്കുന്ന അനുഭവമാണ്. മണിപ്പൂരിൽ മാത്രമല്ല, മണിപ്പൂരിൽ 1000ങ്ങൾ കൊല്ലപ്പെട്ടു. ആളുകളെ പിന്തുടർന്ന് കൊല്ലുന്നു. സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത അനുഭവം. അതിങ്ങനെ വന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് അതിർത്തി വരെ വന്നു നിൽക്കുകയാണ്. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് മൃഗീയമായി അടിച്ചു കൊന്നുകളഞ്ഞു. ഇതാണ് നമ്മുടെ രാജ്യം. മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിൽ അകറ്റുന്നവർ, വിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കുന്നവർ, തെരുവിൽ വെച്ച് നിരപരാധികളായ മനുഷ്യരെ കൊന്നുകളയുന്ന അനുഭവം. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ സംഘർഷത്തിന്റെ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒരൊറ്റ വർഗീയ കലാപമില്ല. വർഗീയ കലാപങ്ങളിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ വാർത്ത 10 കൊല്ലമായി നമ്മൾ വായിച്ചിട്ടില്ല. പോലീസ് വെടിവെപ്പില്ല. സർവം സമാധാനം, ശാന്തം. അതെന്താ? കേരളത്തിലെ വർഗീയവാദികളെല്ലാം വിസ എടുത്ത് ഇന്ത്യ വിട്ടുപോയോ? ഇല്ല. നല്ല സർപ്പം പോലത്തെ വർഗീയവാദികൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ. പക്ഷെ മാളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ പുറത്തിറങ്ങിയ? കേരളത്തിൽ 10 കൊല്ലമായി വർഗീയവാദികൾ മാളത്തിലാണ്. ഇവിടെ ഈ കേരളത്തിൽ ഏത് കൊലക്കൊമ്പനായ വർഗീയവാദിയായാലും മനുഷ്യർക്കിടയിൽ സംഘർഷത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചാൽ
കയ്യിൽ വിലങ്ങണിയിച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ ഉണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാത്തത്. എന്നാ UDFന്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു സ്ഥിതി? കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും ഒക്കെ കേരളം ഭരിച്ചപ്പോ എന്തായിരുന്നു നമ്മുടെ അനുഭവം? എത്രയെത്ര വർഗീയ കലാപങ്ങൾ! കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന കണ്ണീരും ചോരയും നിറഞ്ഞ എത്രയെത്ര അനുഭവങ്ങൾ! ഇവിടെയല്ലേ, ഈ മണ്ണിൽ മാറാട് എത്ര പേർ കൊല്ലപ്പെട്ടു? മാറാട് മാത്രമല്ല, കേരളത്തിൽ പല ഭാഗത്തും നമ്മുടെ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ഞാനത് വിശദമായി പറഞ്ഞ് നമ്മുടെ സമാധാനം കളയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നാടാകെ ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു നശിച്ച കാലത്തിന്റെ ഓർമ്മയാണ്. പക്ഷേ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ എന്നാരും മറന്നുപോകരുത്. കാലം മറക്കാം, പക്ഷെ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. വർഗീയ കലാപങ്ങളുടെ കാലം. നിരപരാധികളായ മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ തെരുവിൽ വീണ് മരിച്ചൊരു കാലം. കൊല്ലപ്പെടുമോ എന്ന് ഭയന്ന് നിമിഷങ്ങൾ തള്ളി നീക്കിയ നിസ്സഹായരായ മനുഷ്യരുടെ അസ്വസ്ഥതകളുടെയും വേദനകളുടെയും ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്നൊരിക്കലാണ് പാലക്കാട് നഗരത്തിൽ പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ആ കുഞ്ഞിന്റെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സിറാജുന്നീസ. ഓർക്കുന്നില്ലേ? സിറാജുന്നീസ എന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു പെൺകുഞ്ഞിനെ പാലക്കാട്ട് നഗരത്തിലാണ് കേരളത്തിന്റെ പോലീസ് വെടിവെച്ചു കൊന്നത്. എന്തിന്? വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായാൽ അങ്ങനെയാണ്. പോലീസ് വെടിവെപ്പുണ്ടായാൽ അതിൽ നിരപരാധിയാണോ, മുതിർന്നയാളാണോ, കുഞ്ഞാണോ, ആരാണ് കൊല്ലപ്പെടുകയെന്ന് ആർക്ക് പറയാനാവും? ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? ഇതായിരുന്നു കേരളം. 10 കൊല്ലം കൊണ്ട് നാടാകെ സമാധാനമായപ്പോ പഴയകാലം പാടെ മറന്നുകൂടാ. മനുഷ്യന്റെ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഈ ബേപ്പൂരിന്റെ മണ്ണിൽ എത്ര അഭയാർത്ഥി ക്യാമ്പുണ്ടായിരുന്നു! എന്തൊരു അരക്ഷിതാവസ്ഥയായിരുന്നു! മനസമാധാനത്തോടെ തെരുവിലിറങ്ങി നടക്കാൻ കഴിയാത്ത, സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു കാലം. ആര് എപ്പോൾ കൊല്ലപ്പെടുമെന്ന് പറയാനാവാത്തൊരു കാലം. ആ കാലം മാറിയില്ലേ? എങ്ങനെയാ മാറിയത്? UDF ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെ വർഗീയവാദികൾ അഴിഞ്ഞാടാനും മനുഷ്യരെ കൊല്ലാനും അവർക്ക് സാധിച്ചതെന്തുകൊണ്ടാണ്? അവരുടെ തടവുകാരായിരുന്നു UDFന്റെ ഗവൺമെന്റ്. ഈ കോഴിക്കോടല്ലേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ പ്രവീൺ തൊഗാഡിയെ വന്ന് വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയത്? സ്വാഭാവികമായും പോലീസ് ഒരു കേസെടുത്തു. അപ്പോ RSSന്റെ കാര്യാലയത്തിൽ നിന്നും കല്ലേ പിളർക്കുന്ന ആജ്ഞ വന്നു. ഇപ്പൊ പിൻവലിച്ചോളണം, ഇപ്പൊ പിൻവലിച്ചോളണം. മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, അല്ലേ? തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി കോളേജിൽ പുറമെ നിന്നെത്തിയ ഒരു RSSന്റെ ക്രിമിനൽ സംഘം ആക്രമണം അഴിച്ചുവിട്ടപ്പോ അത് തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഓഫീസർ അയാളെ ബോംബെറിഞ്ഞു കൊല്ലാൻ നോക്കി. RSS ബോംബ് പൊട്ടിയ പോലീസ് ഓഫീസറുടെ ഒരു കാല് ചിതറി തെറിച്ചു. സ്വാഭാവികമായിട്ടും വധശ്രമത്തിന് കേസെടുത്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം പുറപ്പെട്ടു. ഇപ്പൊ പിൻവലിക്കണം, ഈ മണിക്കൂറിൽ, നാളേക്ക് വെക്കാൻ പാടില്ല. പിൻവലിച്ചു കൊടുത്തു കേസ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ കേസ് പിൻവലിച്ചത്. RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുനിച്ച് ഓച്ഛാനിച്ച് നിൽക്കുന്ന ഭൃത്യനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് എന്തുകൊണ്ട്? RSSന്റെ വോട്ടും വാങ്ങിയാണ്. RSSന്റെ മാത്രമല്ല, എല്ലാ വർഗീയവാദികളുടെയും വോട്ട് വാങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ ഇംഗിതമനുസരിച്ച് ഭരിക്കണം.
കേരളത്തിലെ കാര്യശേഷിയുള്ള പോലീസിനെ ഉപയോഗിച്ച് കലാപങ്ങൾ അടിച്ചമർത്താനോ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനോ കലാപകാരികളെ തുറങ്കിലടയ്ക്കാനോ ഉള്ള കെൽപ്പ് കോൺഗ്രസ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നില്ല. വർഗീയവാദികളുടെ ആജ്ഞയനുസരിച്ച് അവരുടെ താല്പര്യം സംരക്ഷിച്ച് ഒരു വിധ വർഗീയവാദികൾക്കും അലോസരമുണ്ടാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാതെ ഭരിക്കേണ്ടി വന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു അന്ന്. കാലം മാറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയവാദിയെയും പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. ഏത് നിറത്തിലുള്ള വർഗീയതയായാലും വർഗീയതയാണ്. വർഗീയതയെ അകറ്റി നിർത്തി മതനിരപേക്ഷതയുടെ കൊടിക്കുറയുമായാണ് കേരളം മുൻപോട്ട് പോകുന്നത്. ഈ സമാധാനത്തിന്റെ നാളുകൾ അസ്തമിക്കണോ എന്നതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. പെൻഷൻ മുടങ്ങണോ? പവർ കട്ട് വീണ്ടും വരണോ? സ്കൂളുകൾ അടച്ചുപൂട്ടണോ? ഉള്ള സ്കൂളിൽ പാഠപുസ്തകം മുടങ്ങണോ? എല്ലാറ്റിനും ഉപരി മനുഷ്യർ തലങ്ങും വിലങ്ങും കൊല്ലപ്പെടുന്ന വർഗീയവാദികൾ അഴിഞ്ഞാടുന്ന ഒരു നാടായി ഈ കേരളം മാറണോ? അതാണ് ചോദ്യം. അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഈ നാട് നിലനിൽക്കണം. കേരളത്തിന്റെ പുരോഗതിയും വളർച്ചയും തുടരണം. നന്മകളുടെ നാടായി സാഹോദര്യത്തോടെ മനുഷ്യർ പുലരുന്ന ലോകോത്തര നിലവാരത്തിൽ മനുഷ്യ ജീവിതം സാധ്യമാവുന്ന ഒരു നാടായി കേരളം ഇനിയും വളരണം, കേരളം തുടരണം എന്നേ ചിന്തിക്കാനാവൂ. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിന് വോട്ട് ചെയ്യുക എന്നാണ്. ആ വോട്ടിന് ഇവിടെ എല്ലാ വിഭാഗം ആളുകളും സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ എന്ന പോലെ പരിഗണിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് മുഹമ്മദ് റിയാസ്. ഞങ്ങളൊക്കെ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവിടെ നിങ്ങളുടെ ഒരു നിർഭാഗ്യം, നിങ്ങളുടെ മാത്രമല്ല റിയാസിന്റെയും ഒരു നിർഭാഗ്യം, ജനാധിപത്യത്തിൽ അന്തസ്സുള്ള ഒരു എതിരാളിയെ കിട്ടിയില്ല എന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ നാട് കോൺഗ്രസിനെ എതിർക്കേണ്ടത് ഇന്നലകളിൽ അധികാരമുള്ള സമയത്ത് നാട്ടിലെ സാധാരണക്കാരനെ മറന്നു ഭരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചു കളഞ്ഞു എന്നതുകൊണ്ട് മാത്രവുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവിനെ സ്ഥാനാർത്ഥിയായി പോലും തന്നില്ല എന്നതുകൊണ്ട് ബേപ്പൂരുകാരോട് എന്തോ ഒരു വിരോധം കോൺഗ്രസിന് UDF-ന് ഉണ്ട്. നിങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി നോക്കൂ. ഞാൻ ആരെയും വ്യക്തിപരമായി ഇകഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ആരുടെയും പേര് പോലും പറയാത്തത്. പക്ഷെ അദ്ദേഹം വായ തുറന്നാൽ വ്യക്തിപരമായ അധിക്ഷേപമല്ലാതെ, വിദ്വേഷമല്ലാതെ നാടിന്റെ ഭാവിയെക്കുറിച്ചോ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചോ എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ, പദ്ധതി, നിലപാട് പറയുന്നുണ്ടോ? വ്യക്തിപരമായ അധിക്ഷേപമല്ലാതെ. റിയാസിനെ മരുമോ എന്നാണ് പറയുക. മരുമോ എന്ന് പറഞ്ഞാൽ എന്താ തെറിയ? അദ്ദേഹം അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാ ആളുകളും മകനും മരുമോനും ഒക്കെ അല്ലേ? ആരുടെയെങ്കിലും ഒക്കെ മരുമോനല്ലേ എല്ലാവരും? അയാളും ഒരു മരുമോനല്ലേ? എന്താ നമ്മളാരും അങ്ങനെ വിളിക്കാത്ത?